അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. പിതാവേ, ഏശയ്യാ ദീർഘദർശിയുടെ പ്രവചനം എപ്പോഴാണ് പൂർത്തിയാവുക? ആ പൂർത്തീകരണത്തിന്റെ സമയം വളരെ അടുത്തെത്തിയിരിക്കുന്നു. ഒരു കന്യക ഗർഭം ധരിക്കുമെന്നാണ് അന്ന് അർത്ഥമാക്കുന്നത്. അതേ എൻ്റെ കുഞ്ഞെ, എല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനം അനുസരിച്ചാണ്. ദൈവം നമ്മുടെ പിതാവായ അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യുകയും ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാറ വന്ധ്യയും പ്രായം കവിഞ്ഞവളുമായിരുന്നു. എന്നിട്ടും ആ വാഗ്ദാനത്തിലൂടെ അവൾ ഒരു പുത്രനെ ഗർഭം ധരിച്ചു. ദൈവത്തിനൊന്നും അസാധ്യമല്ല. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന് സ്തുതി. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. പിതാക്കന്മാരായ അബ്രാഹാത്തിനും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അമ്മേ, എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്ന് മാലാഖ പറഞ്ഞു. ദൈവത്തിന് സ്തുതി. അമ്മേ, അവർക്ക് പ്രായമായി. ഞാൻ വേഗം അവരെ സഹായിക്കട്ടെ. ആ, അവളെ എന്റെ ആശംസകൾ അറിയിക്കുക. നീ വേഗം യാത്രയാകും. ഞാൻ പോയി നിന്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യട്ടെ. ദൈവത്തിൽ ആനന്ദിക്കുന്നു.
നിന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കൊതിച്ചു ചാടി. കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നോക്കൂ, ശിശു സന്തോഷം കൊണ്ട് കൊതിച്ചു ചാടുന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം അവിടുത്തെ തന്റെ ദാസിയുടെ ധാരണയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവിൽ വിളിക്കണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ലോകമെമ്പാടുമുള്ള എല്ലാവരുടെയും പേര് എഴുതി ചേർക്കുന്നു ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അതനുസരിച്ച് നാം എല്ലാവരും നമ്മുടെ പള്ളിയുമായ ബേത്ലഹേമിൽ പോയി പേരെഴുതി ചേർക്കും. പക്ഷേ ഈ അവസ്ഥയിൽ നാം എങ്ങനെ പോകും? എന്റെ ദൈവമേ, നിനക്ക് സ്തുതി. ഓ ബേത്ലഹേം, നിന്നെ കുറിച്ചുള്ള പ്രവചനം പെട്ടെന്ന് പൂർത്തിയാകാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് പോകണം. എനിക്ക് വലിയ ദിവസം ഇനി ഓൾറെഡി നടക്കാൻ എനിക്ക് സാധിക്കില്ല. നീ വിളിക്കും, ഞാൻ സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്ക് എന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം എടുത്തു. നിങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്ത് കയറ്റി വിടരുത്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം എടുത്തു. ഞങ്ങൾക്ക് വിശ്രമത്തിനായി ഒരു ഇടം കിട്ടാൻ നിർവാഹമില്ല. ദയവായി അല്പം ഇടം തരണമേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെടുപ്പിക്കാതെ വന്ന ജനങ്ങളെ കൊണ്ട് ബേത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു
കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താണ്. അതിലേക്ക് പോകാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിൽ ലഭിച്ചവർക്ക് സമാധാനം. ഭയപ്പെടേണ്ട, ഇതാ സകലത്തിന് വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തുവിനെ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നക്ഷത്രങ്ങൾ അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം.